ഇപ്പം സോളാർ എല്ലാവർക്കും ഈ മാസത്തെ കറണ്ട് ബില്ല് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. കറണ്ട് ബില്ല് ഒരുപാട് കൂടി. അതെന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ലത്. ചിലവർ KSEBിയുടെ പേരിൽ കംപ്ലയിൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്, സോളാർ കമ്പനിക്കാരെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബില്ലിംഗ് സൈക്കിൾ നമുക്ക് വന്നിരിക്കുന്നത് ഇയർലി ബില്ലിംഗ് സൈക്കിൾ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എക്സ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ ആ എക്സ്പോർട്ടിംഗ് നമുക്ക് തിരിച്ച് റിട്ടേൺ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മാസം എക്സ്പോർട്ടിംഗ് കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് മന്ത് നമുക്ക് ആ ബില്ലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് എല്ലാ സെപ്റ്റംബറിലുമായിരുന്നു KSEB അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. സെപ്റ്റംബർ മാസം ആകുമ്പോൾ ക്ലോസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ എമൗണ്ട് എത്ര രൂപയാണോ ഒരു നിശ്ചിത ₹2.65 വീതമാണ് KSEB കസ്റ്റമേഴ്സിന് അത് ചെക്കായിട്ട് കൊടുക്കുക. അത് ഈ കഴിഞ്ഞ മാർച്ച് ആയപ്പോൾ ആ മാർച്ച് മാസമാക്കി ഇവരുടെ ബില്ലിംഗ് സൈക്കിൾ. അപ്പോൾ മാർച്ച് വരെയുള്ള സമയത്ത് എത്ര യൂണിറ്റ് നമ്മൾ എക്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ അത് മാർച്ച് വന്നപ്പോൾ ക്ലോസ് ചെയ്തു ആ യൂണിറ്റ്. അപ്പം നമുക്ക് ഏപ്രിലിലെ ബില്ല് ഇപ്പം മെയിൽ വന്നപ്പം ഏപ്രിലിലെ ഓപ്പണിംഗ് യൂണിറ്റ് നമുക്ക് 0 ആയിരിക്കും. അപ്പം എല്ലാവർക്കും ഏപ്രിൽ മാസത്തിൽ കുറച്ച് കൺസപ്ഷൻ കൂടുതലായിരിക്കും, ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് വന്നിരിക്കുന്ന യൂണിറ്റ് എത്രയാണോ ആ യൂണിറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊഡക്ഷൻ എത്ര ഉണ്ടോ അത് മാത്രമാണ് ഈ ബില്ലിൽ അഡ്ജസ്റ്റ് ആയിട്ടുള്ളൂ. ബാലൻസ് എത്രയാണോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ ബില്ല് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രോബ്ലംസ്. അത് നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസം മാർച്ചിലേക്ക് ആക്കി എന്നുള്ളതാണ്. ആ നിജസ്ഥിതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.